السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وآل كل والصحابة أجمعين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا محمد ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ അക്കീക്കത്ത് അറുത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഒരു രക്ഷിതാവ് ഒരു കുട്ടിക്ക് അക്കീക്ക അറുത്തു കൊടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, അതുപോലെ എപ്പോഴാണ് അക്കീക്ക അറുക്കേണ്ടത്, ഉലുഹിയത്തും അക്കീക്കത്തും ഒരു മൃഗത്തിലൊപ്പം കരുതാൻ പറ്റുമോ, എന്നാണ് അക്കീക്ക അറുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരാമർശിക്കുന്നത്. എല്ലാവരും മുഴുവനും കേൾക്കണം, പാഠം ഉൾക്കൊള്ളണം, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. അക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ മക്കളെ ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട്, അതുപോലെ കുട്ടിയുടെ തറവാട് പരസ്യപ്പെടുത്താൻ വേണ്ടിയുമാണ് ഈ അക്കീക്ക അറുക്കുന്നത്. അക്കീക്ക അറുക്കൽ നിർബന്ധമൊന്നുമില്ല, സുന്നത്താണ്. ജനിച്ചത് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയാണ് അക്കീക്ക അറുത്തു കൊടുക്കുന്നതിൻ്റെ സമയം. പ്രായപൂർത്തിയായാൽ പിന്നെ ആ കുട്ടിയുടെ അക്കീക്ക രക്ഷിതാവിൻ്റെ മേൽ ബാധ്യതയില്ല, തനിക്ക് സ്വന്തമായി അറവ് നടത്താവുന്നതാണ്. അപ്പോൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ അറവ് നടത്താനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അറവ് നടത്താം. പക്ഷെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് അത് ബാധ്യത ഇല്ല. ഒരു ആടിൽ ഉലുഹിയത്തും അക്കീക്കയും ഒന്നിച്ച് കരുതാൻ പറ്റൂല. കാരണം ആടിൽ 7-1 പറ്റില്ലല്ലോ. ഇനി ഒരാൾ ഒരു ആടിൽ ഉലുഹിയത്തും അക്കീക്കത്തും കൂടി കരുതിയാലോ അവന് രണ്ടും കിട്ടൂല. എന്നാൽ ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു കാളയെയാണ് ഉലുഹിയത്ത് അറുക്കുന്നത് എങ്കിൽ 7 ഓഹരി, പോത്തോ കാളയോ മൂരോ ആണെങ്കിൽ 7 ഓഹരി ചെയ്യാലോ, 7 ഷെയർ ചെയ്യാലോ. അപ്പോൾ 7 ഷെയർ 1 ഓഹരി ഉലുഹിയത്താണ്. ബാക്കി 6 ഓഹരി 6 കുട്ടികളുടെ അക്കീക്കയും കൂടി കരുതാൻ പറ്റും. ഇനി ഒരു നാട്ടിൽ 7 ആളുകൾ കൂടി ഷെയർ ചെയ്ത് ഒരു പോത്തിനെ അറുക്കുന്നുണ്ട് എങ്കിൽ അതിലൊരു ഷെയർ ഒരു വ്യക്തി കൂടി, എന്നാൽ ആ ഒരു ഷെയറിൽ ഉലുഹിയത്തും അക്കീക്കയും കൂടെ രണ്ടും കൂടെ കരുതാൻ പറ്റൂല. ഇനി അവന് ഉലുഹിയത്തും അക്കീക്കയും താല്പര്യമുള്ള ആളാണെങ്കിൽ അവൻ 2 ഷെയർ കൂടിയിട്ട് ഒന്നിൽ ഉലുഹിയത്തും മറ്റൊന്നിൽ അക്കീക്കത്തും കൂടി കരുതിക്കൊള്ളട്ടെ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ അത് രണ്ടും ലഭിക്കും. അതല്ലാതെ ഒരു ഓഹരിയിൽ അക്കീക്കത്തും ഉലുഹിയത്തും കൂടി ചേർക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ഒരു മൃഗത്തിൽ 6 പേര് ഉലുഹിയത്തും ഒരാൾക്ക് അക്കീക്കയും കരുതാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസാലയാണത്. ഇനി പ്രായപൂർത്തിയായാൽ അവർക്ക് സ്വന്തമായിട്ട് അറുക്കാം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇനി പ്രായപൂർത്തിയായ മക്കളുടെ അക്കീക്ക രക്ഷിതാവ് നടത്തുകയാണെങ്കിൽ ആ രക്ഷിതാവ് ആ മക്കളുടെ സമ്മതം ചോദിച്ചിരിക്കണം, എന്നിട്ട് അറക്കാൻ പറ്റുള്ളൂ. അക്കീക്ക അറുക്കുമ്പോൾ അത് കടം വാങ്ങി അറുത്തു കൊടുക്കുകയൊന്നും വേണ്ട. കടം വാങ്ങി കാശില്ലാത്ത ആളാണെങ്കിൽ കടക്ക് വാങ്ങിയിട്ട് അല്ലെങ്കിൽ പണ്ടൊക്കെ പണയം വെച്ചിട്ട് അങ്ങനെയൊന്നും അറുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിവുണ്ടെങ്കിൽ ചെയ്താൽ മതി. അൽ ഗുലാമു മുർത്തഹിനും ബി അഖീഖത്തിഹി, ഒരു കുട്ടി അത് അവൻ്റെ അഖീഖ കൊണ്ട് പണയമാണ്. ആ കുട്ടിക്ക് അഖീഖ അറുത്തു കൊടുത്താലേ ആ പണയം വീടിപ്പോവുകയുള്ളൂ എന്നാണ്. അഥവാ ഈ കുട്ടി അക്കീക്ക അറുത്തു കൊടുക്കുന്നതുവരെ സാധാരണ കുട്ടികൾ വളരുന്നത് പോലെ വളരൂല എന്നാണ് ഒരഭിപ്രായമുള്ളത്. ശൈത്വാന്റെ പ്രേരണ ഏൽക്കാതിരിക്കാനാണ് അക്കീക്ക അറുക്കുന്നത് എന്നാണ് വേറൊരു അഭിപ്രായം.
ഒരു കുട്ടിക്ക് അക്കീക്ക അറുത്തു കൊടുത്തിട്ടില്ലെങ്കിലോ പാരത്രിക ലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുന്നതായ സമയത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി ആ കുട്ടി ശഫാഅത്ത് ചെയ്യൂല. ശഫാഅത്ത് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശഫാഅത്ത് ചെയ്യാൻ കുറേ താമസമെടുക്കുമെന്നാണ് മറ്റൊരഭിപ്രായം. ഇനി ആ കുട്ടിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം ഉണ്ടെങ്കിലും ആ സമയത്ത് ആ കുട്ടിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അല്ലാഹ് കൊടുക്കൂല. കാരണം ഈ കുട്ടിക്ക് അവൻ്റെ മാതാപിതാക്കൾ അക്കീക്ക അറുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. ഒരു കുട്ടി നല്ല കുട്ടിയായി നന്മയുടെ സ്വലാഹിൻ്റെ ആളായി വളർന്നാലേ ആ കുട്ടിക്ക് ശഫാഅത്തിൻ്റെ അധികാരം അല്ലാഹു നൽകുകയുള്ളൂ. അല്ലാതെ മോശമായ ചിന്താഗതിയിലൂടെ ചുറ്റുപാടിലൂടെ വളർന്ന തമ്മാടിയായ കുട്ടിക്ക് അതിനുള്ള അധികാരം അല്ലാഹു കൊടുക്കൂല. അത്തരം കുട്ടികളാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോകും. അക്കീക്ക അറുക്കാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്ത, തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വരും. അപ്പോൾ അവിടെ വിഷമിക്കുന്നത് മാതാപിതാക്കളായ നാമാണ്. ഏതായിരുന്നാലും അക്കീക്ക അറുത്തു കൊടുക്കൽ കഴിവുള്ളവർ അറുത്തു കൊടുക്കുക. ഒരാൾക്ക് കഴിവുണ്ടായിരിക്കെ അവൻ്റെ ആദ്യ കുട്ടിക്ക് അക്കീക്ക അറുത്തു കൊടുത്തു. പക്ഷെ രണ്ടാമത്തെ കുട്ടി ആയപ്പോഴേക്കും അവൻ സാധുവായി, ദരിദ്രനായി മാറി. എന്നാൽ അറുത്തു കൊടുക്കേണ്ടതില്ല. ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതിന് ഉള്ളിൽ അവന് കഴിവുണ്ടെങ്കിൽ അവനത് ചെയ്യാം. അല്ലാതെ ഒന്നാമത്തെ കുട്ടിക്ക് അക്കീക്ക അറുത്തു കൊടുത്തല്ലോ പഠിച്ചോനെ, അപ്പം എന്തായാലും രണ്ടാമത്തെ കുട്ടിക്കും അറുത്തു കൊടുക്കൽ നിർബന്ധമാണല്ലോ എന്ന് പറയുന്നത് ശരിയല്ല. അക്കീക്ക അറുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവൻ ആദ്യം ആ കുട്ടിക്ക് പേരിടണം. അതിനുശേഷം ആ കുട്ടിയുടെ പേരിൽ അക്കീക്ക അറുക്കണം. അതിനുശേഷമാണ് കുട്ടിയുടെ തലമുടി കളയേണ്ടത്. അല്ലാതെ അറവും കുട്ടിയുടെ മുടികളയിലും ഒപ്പമല്ല നടത്തേണ്ടത്. കുട്ടിക്ക് നല്ല പേരിടണം. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരലോകത്ത് നിങ്ങൾ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെയും നാമങ്ങൾ കൊണ്ടാണ്. അതിനാൽ നിങ്ങൾ നല്ല നാമങ്ങൾ സ്വീകരിക്കൂ. പ്രസവത്തിൻ്റെ 7-ാം ദിവസമാണ് പേരിടലാണ് സുന്നത്ത്. 7-ാം ദിവസം പേരിടണം. 7-ന് മുമ്പ് പേരിടുന്നത് തെറ്റൊന്നല്ല കേട്ടോ. പ്രസവ ദിവസം തന്നെ പേര് നിശ്ചയിച്ചത് ഹദീസുകളിലുണ്ട്. അക്കീക്ക അറവ് ഉദ്ദേശമുണ്ട് എങ്കിൽ 7-ാം ദിവസത്തിലും, അക്കീക്ക അറവ് ഉദ്ദേശമില്ല എങ്കിൽ പ്രസവ ദിവസവുമാണ് പേര് ഇടുന്നതിന് നല്ലത് എന്ന് മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിതാവ്, പിതാമഹൻ തുടങ്ങിയ രക്ഷിതാക്കൾക്കാണ് പേര് നിശ്ചയിക്കാനുള്ള അവകാശമുള്ളത്. അവർ നല്ല പേര് കണ്ടെത്തുകയോ അതല്ലെങ്കിൽ ഉത്തമനായ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചെയ്യാം. സ്വഹാബി വര്യന്മാർ സന്താനങ്ങൾക്ക് പേരിടാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുകയും അവിടുന്ന് പേര് നിർദ്ദേശിക്കുകയും ചെയ്യലായിരുന്നു പതിവ്. പേരിടുന്നതിന് മുമ്പ് ഒരു കുട്ടി മരണപ്പെട്ടു എന്ന് വെക്കുക, എന്നാലും ആ കുട്ടിക്കും പേരിടൽ സുന്നത്താണ്. ആത്മാവ് ബന്ധിക്കപ്പെട്ടതിന് ശേഷം ജീവനില്ലാതെ പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് വേണ്ടി അറവ് നടത്തലും സുന്നത്താണ്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല ഫത്വ നൽകിയിട്ടുള്ളത്. അപ്പോൾ പ്രസവശേഷം അറവിന് മുമ്പായി മരണപ്പെട്ട കുട്ടിക്കും അക്കീക്ക സുന്നത്താണ്. ഇനി എന്നാണ് ഈ 7 കണക്കാക്കൽ? പകലിലാണ് പ്രസവം നടന്നത് എങ്കിൽ സൂര്യാസ്തമയത്തിന് മുമ്പ്, അല്പം മുമ്പാണെങ്കിൽ പോലും പ്രസ്തുത പകല് അടക്കമാണ് 7 കണക്കാക്കേണ്ടത്. എന്നാൽ സൂര്യാസ്തമയത്തിന് ശേഷമാണ് പ്രസവം നടന്നത് എങ്കിലോ തൊട്ടടുത്ത പകൽ മുതലാണ് 7 കണക്കാക്കുന്നത്. പ്രസവത്തിൻ്റെ 7-ാം ദിവസം, അത് 7-ാമത്തെ ദിവസം അത് ചൊവ്വാഴ്ചയാവട്ടെ വെള്ളിയാഴ്ച ആവട്ടെ, അതൊന്നും നോട്ടല്ല. ചൊവ്വാഴ്ച മുടി കളയാൻ പറ്റൂല അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ സാധാരണ. എന്നാൽ പ്രസവത്തിൻ്റെ 7-ാം ദിവസം അത് ചൊവ്വാഴ്ച ആയാലൊന്നും കുഴപ്പമില്ല. ചൊവ്വാഴ്ചയാണെങ്കിൽ മുടി കളയാം, അതിന് വിരോധമൊന്നുമില്ല. ഇനി അക്കീക്ക അറുക്കേണ്ടത് സമയം എപ്പോഴാണ്? അക്കീക്ക മൃഗത്തിൻ്റെ അറവ് സൂര്യാസ്തമയ സമയത്തായിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2 വയസ്സ് തികഞ്ഞ ആട് അല്ലാത്ത മൃഗങ്ങളിൽ, ആടല്ലാത്ത മറ്റു മൃഗങ്ങളുണ്ടല്ലോ, അതിൽ
7 കുട്ടികളെ വരെ കരുതിക്കൊണ്ട് 7 കുട്ടികൾക്ക് കൂടെ ഒരു മൃഗത്തെ അറുക്കാൻ പറ്റും. ആടിലാകുമ്പോൾ പറ്റൂല. മൂരിയാണെങ്കിലോ കാളയാണെങ്കിലോ പോത്താണെങ്കിലോ അതിലെന്ത് ചെയ്യാം, 7 ഓഹരി 7 ഷെയർ ചെയ്യാലോ ഒരു മൃഗത്തിൽ. അപ്പോൾ 7 കുട്ടികളെ കരുതിക്കൊണ്ട് 7 കുട്ടികൾക്ക് വേണ്ടി ഇറക്കാം. ഉളഹിയ്യത്ത് അറുക്കുമ്പോൾ പ്രത്യേകം സുന്നത്തുള്ള കാര്യമുണ്ട്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അക്കീക്കത്ത് നേർച്ചയാക്കിയാലും അത് പൂർണ്ണമായും ഫക്കീർ മിസ്കീന് നൽകിയിരിക്കണം. നമ്മൾ ഉളുഹിയ്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഉളുഹിയ്യത്ത് ഒരാൾ നേർച്ചയാക്കിയാൽ അത് ഫക്കീർ മിസ്കീന് മാത്രമേ നൽകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് അക്കീക്കത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഉളുഹിയ്യത്തിൻ്റെ പോലെ തന്നെയാണ് അക്കീക്കയുടെ എല്ലാ വിഷയങ്ങളും. അക്കീക്കയുടെ മാംസവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൽകേണ്ട ആളുകൾക്കേ നൽകാവൂ. ഇനി ഉളുഹിയ്യത്ത് അറുക്കുമ്പോൾ 3 തവണ ബിസ്മില്ലാഹ് 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 എന്ന് ചൊല്ലിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്തും ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഹാദിഹി മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നീ എന്നുകൂടി ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് അറവ് നടത്തേണ്ടത്. അക്കീക്ക അറുക്കുമ്പോൾ അറവിൻ്റെ സമയത്ത് ഇന്ന കുട്ടിയുടെ സുന്നത്തായ ഹക്കീക്കയാണ് എന്ന് കരുതണം. ബിസ്മില്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹുമ്മ ലക ഇലൈക അല്ലാഹുമ്മ ഹാദിഹി അഖീഖത്തു ഫുലാൻ, അഖീഖത്തു മുഹമ്മദ് അതല്ലെങ്കിൽ അഖീഖത്തു ഫാത്തിമ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് അഖീഖത്ത് അറുക്കേണ്ടത്. ആടിനെയാണ് അറുക്കുന്നത് എങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ 2 ആടുകളെയും പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയും അറക്കൽ സുന്നത്താണ്. ഉളുഹിയ്യത്ത് ബലിപെരുന്നാളിനാണെങ്കിൽ അക്കീക്കക്ക് പ്രത്യേക സമയമൊന്നുമില്ല. കുട്ടി ജനിച്ച് 7ാമത്തെ ദിവസം സൂര്യൻ ഉദിച്ചതായ ഉടനെ ആണ് കുട്ടിക്ക് പേര് വിളിച്ചതിന് ശേഷം മുടി അറുക്കേണ്ടത്. എന്നിട്ടാണ് മുടി കളയേണ്ടത്. 7-ന് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ 14-ൻ്റെ അന്നാണ്. അന്നും പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ 21. അങ്ങനെയാണ് അതിൻ്റെ രീതി. മൃഗത്തിൻ്റെ എല്ലുകൾ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അക്കീക്ക മാംസം വേവിച്ചിട്ട് അല്പം മധുരവും ഇട്ടിട്ട് ഓരോ ആളുകളുടെയും വീട്ടിലെത്തിച്ചു കൊടുക്കലാണ് സുന്നത്ത്. ഇനി വേവിക്കാതെയും നൽകാം. ഏതായിരുന്നാലും അക്കീക്കയുടെ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അക്കീക്കയിലോ അതല്ലെങ്കിൽ ഉളുഹിയ്യത്തിലോ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.